ഒരു അടിപൊളി സന്തോഷ വാർത്തയുണ്ട്. കേരളം ചിലി പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളം ചിലിയെക്കാട്ടിലും മേലിലെത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലി ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ചിലിയുടെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഫോർ എക്സാമ്പിൾ ദ ആറ്റക്കാമ ഡെസേർട്ട് വിച്ച് ഈസ് വേൾഡ് ഫേമസ്, ബ്യൂട്ടിഫുൾ. പക്ഷെ ഇന്ന് ചിലി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്നറിയോ? ചിലിയിൽ ഏകദേശം 60,000 ടൺ യൂസ്ഡ് ക്ലോത്ത്സ് ആണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരു വർഷം വന്നടിയുന്നത്. ഡെവലപ്ഡ് കൺട്രീസ് ആയ UK, US എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്രില്യന്റ് ആണ്. അവര് അതിനു വേണ്ടിയിട്ടാണ് ചാരിറ്റി ഓർഗനൈസേഷൻസ് വഴി അവരുടെ യൂസ്ഡ് ക്ലോത്ത്സുകളെല്ലാം ഇപ്പം ഗാനയിലെ കാട്ടമാറ്റോ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ യൂസ്ഡ് ക്ലോത്ത്സിന്റെ മാർക്കറ്റാണ്. അതുപോലെ തന്നെ ചിലിയിൽ വന്നെത്തുന്ന സെക്കൻഡ് ഹാൻഡ് ക്ലോത്ത്സ്, അതായത് യൂസ്ഡ് ക്ലോത്ത്സിൽ ഒരു 20% ക്ലോത്ത്സ് മാത്രമേ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിനകത്ത് ബാക്കി 80% ക്ലോത്ത്സ് അവരുടെ ആ രാജ്യത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആയി മാറി. 2016 സ്പേസിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആട്ടക്കാമ ഡെസേർട്ടിൽ വന്ന് അടിഞ്ഞിരിക്കുന്ന ക്ലോത്ത്സിന്റെ ഇത് നമുക്ക് ഡയറക്ട്ലി കാണാൻ പറ്റുമായിരുന്ന പറയണേ. ഇപ്പൊ കേരളത്തിൽ ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്ന തുണികളൊക്കെ എങ്ങോട്ടാ പോണേ? എത്ര നാൾ നിങ്ങൾ വാർഡ്രോബിൽ വെച്ചോണ്ടിരിക്കും? നിങ്ങളുടെ ഈ ഇമ്പൾസീവ് ബൈയിങ് കാരണം വീണ്ടും വീണ്ടും പുതിയ ഔട്ട്ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ പഴയ ഔട്ട്ഫിറ്റ്സ് എടുത്ത് നിങ്ങൾ കളയുന്നത് ലാൻഡ് ഫില്ലിലേക്കാണ് പോകുന്നത്. ഒരു സിന്തറ്റിക് ഫൈബറിൽ ഉണ്ടാക്കിയ ഒരു ക്ലോതിങ് അത് ഡീകമ്പോസ് ആകണമെങ്കിൽ ഇറ്റ് ടേക്സ് സെഞ്ചുറീസ്. 100 വർഷത്തിലേറെ എടുക്കും ആ ഒരു സാധനം ഡീകമ്പോസ് ആവണമെങ്കിൽ. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് us, follow me for more tips.